കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന്റെ മന്ദിരത്തിന് ഇന്ന് തിരി തെളിയുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് സംസ്ഥാന കാര്യാലയമായ കെ.ജി. മാരാർ ഭവൻ പ്രവർത്തന സജ്ജമാകുന്നത്. പാർട്ടി ആസ്ഥാനത്ത് കൊടി ഉയരുമ്പോൾ ഒരുപാട് പേരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കൂടിയാണ് തിരി തെളിയുന്നത്. ആദർശവും ആത്മവിശ്വാസവും കൈമുതലായ പാർട്ടി, സാധാരണ ജനങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന പാർട്ടി, മുമ്പേ നടന്നവർ വഴികാട്ടിയ ആ മഹത്തായ പ്രസ്ഥാനത്തിന് ഇന്ന് പുതിയ മന്ദിരമുയരുകയാണ്. കെ.ജി. മാരാർ ഭവൻ 1980 മുതൽ 2025 വരെ 45 വർഷക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ബി.ജെ.പി. എന്ന മൂന്നക്ഷരം എഴുതിച്ചേർത്ത പോരാട്ടത്തിൻ്റെ കനൽ വഴിയുടെ കാലം കൂടിയായിരുന്നു. ബി.ജെ.പിയുടെ പൂർവ്വരൂപമായ ജനസംഘം അതിൻ്റെ പ്രവർത്തന ശാഖ വളർത്തിയത് കോഴിക്കോട് നിന്നാണ്. 1980 എറണാകുളത്ത് ചേർന്ന സമ്മേളനത്തിലായിരുന്നു ഒ രാജഗോപാലിനെ സംസ്ഥാന അധ്യക്ഷനായും കെ.ജി. മാരാരെയും കെ. രാമൻപിള്ളയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്ത ആദ്യ കമ്മിറ്റി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1980 മുതൽ 82 വരെ പാർട്ടിയെ ഒ രാജഗോപാൽ എന്ന രാജേട്ടൻ നയിച്ചു. ആധുനിക കാലഘട്ടത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടുള്ള ഒരാധുനിക ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവണം എന്ന് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രവർത്തകന്മാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അവസരത്തിൽ അവർക്ക് വിശ്രമിക്കാനും അതേപോലെ തന്നെ അവിടെ പരിപാടികളൊക്കെ നടത്താനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഉണ്ടത്. പ്രസ് കോൺഫറൻസ് നടത്തുന്നതിന് പ്രത്യേകമായ സൗകര്യം അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ 82 മുതൽ 87 വരെ കേരള രാഷ്ട്രീയത്തിൽ വാക്കുകളുടെ തീഷ്ണത കൊണ്ട് പ്രസംഗകലയുടെ ഇതിഹാസം തീർത്ത കെ.ജി. മാരാരെന്ന മഹാമനുഷ്യൻ പാർട്ടിയുടെ നായകനായി. പിന്നീട് 87 കെ. രാമൻപിള്ള പാർട്ടി അധ്യക്ഷനായി. 93 വരെ 6 വർഷക്കാലം. 1984 സംസ്ഥാന കാര്യാലയം പ്രവർത്തിച്ചത് എറണാകുളത്താണ്. പിന്നീട് കാര്യാലയത്തിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരം സ്റ്റാച്യുവിലെ അരവിന്ദത്തിലേക്ക് മാറ്റി. 84 വരെ സംസ്ഥാന കാര്യാലയം എറണാകുളത്തെ, 82 തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന കാര്യാലയം തിരുവനന്തപുരത്ത് തുടങ്ങണം എന്ന് തീരുമാനിച്ചുവെങ്കിലും സ്ഥലം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. ആ ഘട്ടത്തിൽ വളരെ പരിശ്രമിച്ച് ഒരു സ്ഥലം വാടകയ്ക്ക് എടുത്തു. അതാണ് സ്റ്റാച്യുവിനടുത്തുള്ള ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് 84 അത് സംസ്ഥാന കാര്യാലയമായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് അത് വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു. വിൻഡോ കൾച്ചർ സൊസൈറ്റി അത് വിലയ്ക്ക് വാങ്ങി അതിന് സ്റ്റേറ്റ് ഓഫീസായി തുറന്നു. വീണ്ടും പാർട്ടിയെ നയിക്കാനെത്തിയത് കെ.ജി. മാരാർ 1993 മുതൽ 95 വരെ. 1995 ഏപ്രിൽ 25 മാരാർജിയുടെ മരണത്തെ തുടർന്ന് സീനിയർ വൈസ് പ്രസിഡന്റായിരുന്ന കെ.വി. ശ്രീധരൻ മാസ്റ്റർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കെത്തി. 1995 മുതൽ 98 വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പണിത ഈ മഹത്തായ കെട്ടിടം. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളിൽ ഒന്ന് അടൽജി പ്രധാനമന്ത്രിയാവണം, 2 കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണം. 1998 മുതൽ 2003 വരെ സി.കെ. പത്മനാഭൻ എന്ന സി.കെ.പി. കേരളത്തിലെ ബി.ജെ.പിയെ നയിച്ചു. ഈ കാലഘട്ടത്തിലാണ് മാരാർജി മന്ദിരത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. മാരാർജി കേരളത്തിലെ ഭാരതീയ ജനസംഘം മുതൽ അതിൻ്റെ അടിത്തറ നിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലും എത്തിക്കഴിഞ്ഞപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. കേരളത്തിലെ അങ്ങോളമുള്ള ആ കാലഘട്ടത്തിലെ പ്രവർത്തകന്മാർക്ക് മാരാർജിയെ നന്നായിട്ടറിയാം. നല്ല ബഹുമാനവും നല്ല സ്നേഹവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മാരാർജിയുടെ ദേഹവിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ പലയിടത്തും
ജില്ലാ തലങ്ങളിലും മണ്ഡലം തലങ്ങളിലുമൊക്കെ പാർട്ടി ഓഫീസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംസ്ഥാന കാര്യാലയത്തിൻ്റെ വിഷയം വന്നത് ഞാൻ 97 മുതൽ 2003 വരെ 6 വർഷക്കാലമാണ് സംസ്ഥാന അധ്യക്ഷനായിട്ടിരുന്നത്. തുടർന്ന് 2003 മുതൽ 2006 വരെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയും 2006 മുതൽ 2009 വരെ PK കൃഷ്ണദാസും BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരായി. 1990-ലാണ് നമ്മുടെ ഇന്നത്തെ അരിസ്റ്റോ ജംഗ്ഷനിൽ ഒരു മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള കൃഷ്ണകുമാറിൽ നിന്നും ഈ സ്ഥലം വാങ്ങി നമ്മൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു 8 കെട്ട് വീട്, പഴയ കേരളീയ തനിമയോട് കൂടിയിട്ടുള്ള ആ കെട്ടിടത്തിൽ നമ്മുടെ സംസ്ഥാന കാര്യാലയം പ്രവർത്തനം ആരംഭിക്കുന്നത്. അതാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളത്. ഒരു 10-50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാ ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മികവുകളെല്ലാം ചേർന്നിട്ടുള്ള, എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യാലയമാണ് ഇന്ന് നമ്മുടെ ഇവിടെ പടുത്തുയർത്തി. K. രാമൻപിള്ളയ്ക്കു ശേഷം BJPയിൽ ഏറ്റവും അധികം വർഷം സംസ്ഥാന അധ്യക്ഷ പദം അലങ്കരിച്ചത് V. മുരളീധരനാണ്. 2009 മുതൽ 2015 വരെ ബൂത്ത് തലം മുതൽ പാർട്ടിക്ക് അച്ചടക്കമുള്ള കെട്ടുറപ്പു നൽകിയ 6 വർഷം. തുടർന്ന് 2015 മുതൽ 2018 വരെ സംഘാദർശത്തിന്റെ ആൾരൂപമായ കുമ്മനം രാജശേഖരൻ BJPയെ നയിച്ചു. എപ്പോഴും ഒരു സംഘടനയ്ക്ക് കാര്യാലയം, അതിൻ്റെ പ്രവർത്തന കേന്ദ്രം, സ്ഥിരാകേന്ദ്രം, എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. അമിത്ഷാജി പ്രസിഡൻ്റായപ്പോൾ ഏറ്റവും ആദ്യം പ്രാമുഖ്യം നൽകിയത് എല്ലാ ജില്ലകൾക്കും സംസ്ഥാനത്തിനും സൗകര്യങ്ങളോടുകൂടി ഈ ആധുനികങ്ങളായിട്ടുള്ള ആശയവിനിമയ സൗകര്യങ്ങൾ, വിവര സാങ്കേതിക വിദ്യ, ഇതിനെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നാണ്. കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണറായി കേന്ദ്ര സർക്കാർ നിയോഗിച്ചതിനെ തുടർന്ന് 1 വർഷക്കാലം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷനായി വീണ്ടും. KG മാരാർക്കു ശേഷം BJPയിൽ 2 തവണ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്തുന്ന വ്യക്തിയും അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ്. തുടർന്ന് BJPയെ സമര യൗവന കാലഘട്ടത്തിലേക്ക് എത്തിച്ച K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക്. 2020 മുതൽ 2025 വരെ 5 വർഷക്കാലം ഇസ്ലാമിക ഭീകരവാദത്തിനും മാർക്സിസ്റ്റ് കൊലപാതക രാഷ്ട്രീയത്തിനുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച 5 വർഷക്കാലം. പിന്നെ വികസനത്തിന്റെ മന്ത്രം മുഴക്കി 2025-ൽ രാജീവ് ചന്ദ്രശേഖർ കേരള BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്കെത്തി. മുമ്പേ നടന്ന ആദർശധീരരായ പൂർവികരെയെല്ലാം സ്നേഹത്തോടെ ഓർക്കുകയാണ് രാജീവ്. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ വികസിത കേരളത്തിന് വേണ്ടിയിട്ടുള്ള ചുവടുവെപ്പാണ് ഇന്ന് തിരിതെളിയുന്നത്. BJP സംസ്ഥാന കാര്യാലയമായ KG മാരാർ ഭവനിൽ നിന്നും ക്യാമറമാൻ അനൂജ് ആനാവൂരിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.